ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഏപ്രിൽ 6-ന് രാമജയന്തി ദിനത്തിൽ രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാമ്പൻ പാലത്തിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളതാണ്. അത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. കടൽപ്പാലമാണ്. അടുത്തത്, ഏത് രാജ്യത്താണ് രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്നത്? അത് നേപ്പാളിലാണ്. ഏത് രാജ്യത്താണ് രാജവാഴ്ച വേണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടക്കുന്നത്? നേപ്പാളിലാണ്. അടുത്ത ചോദ്യം, ലോകസഭയും രാജ്യസഭയും പാസാക്കിയതിനെ തുടർന്ന് വഖഫ് ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി. ഈ നിയമത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. അത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് UMEED ആക്ട്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ്. 1995 വഖഫ് നിയമമാണ് ഭേദഗതി ചെയ്തത്. അടുത്തത്, ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്. ഏപ്രിൽ 10-നാണ് ലോക ഹോമിയോപ്പതി ദിനം. എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച് എന്നതാണ് 2025 ദിനാചരണ വിഷയം. എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച്. ഏത് രാജ്യമാണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? ഹംഗറിയാണ്. ഏത് അയൽരാജ്യവുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ 75-ാം വാർഷികമാണ് അടുത്തിടെ ആഘോഷിച്ചത്? അത് ചൈനയുടേതാണ്. ഏത് അയൽരാജ്യവുമായുള്ള നയതന്ത്ര ബന്ധം 75-ാം വാർഷികം എന്ന് എഴുതുന്നത് ചൈനേൻ്റെതാണ്. കേരളത്തിൽ നിന്നുള്ള ഏത് ഇനങ്ങൾക്കാണ് അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ചത്? കണ്ണാടിപ്പായ തലനാടൻ ഗ്രാമ്പു. ദേശസ്നേഹ സിനിമകളുടെ പ്രശസ്തി ബോളിവുഡിലെ നടൻ അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ അവരുടെ പേരാണ് മനോജ് കുമാർ. ഭരത് കുമാർ എന്നാണ് ആരാധകർ വിളിച്ചിരുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2015-ലാണ്. ഇനി 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? അത് സാറാ ജോസഫാണ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ലഭിക്കുന്നത്. UK-യിലെ ദ ഫ്രൈഡ് ഡാരിങ്ടൺ ഡാൻസ് മാസ്റ്റർ അവാർഡ് നേടിയ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. അടുത്തത്, മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ ഗുൽദാബാദിൻ്റെ പേര് ഇപ്രകാരമാണ്. അത് രത്നാപൂർ എന്നാണ്. മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട് പേരുകൾ മാറ്റുന്നതിൻ്റെ ഭാഗമായി ഔറംഗാബാദ് ജില്ലയുടെ പേര് 2 വർഷം മുൻപ് ഛത്രപതി സാംബജി നഗർ എന്നാക്കിയിരുന്നു. നെക്സ്റ്റ്, ഏത് ഏഷ്യൻ രാജ്യമാണ് വൻതോതിൽ വനനാശന പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്? ഇന്തോനേഷ്യയാണ്. ഏത് ഏഷ്യൻ രാജ്യമാണ് വനനാശന പദ്ധതി? ഇന്തോനേഷ്യൻ്റെയാണ്. അയൽക്കൂട്ടംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. അടുത്തത്, കോമൺവെൽത്ത് ഓഫ് നേഷൻസിൻ്റെ 7ാമത് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഷെർലി ബോച്ചുവെ. 2025 പുരുഷ മയാമി ഓപ്പൺ കിരീടം നേടിയതാണ് യാക്കോബ് മർസിക്. അന്താരാഷ്ട്ര മത്സരത്തിൽ നിന്ന് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കടാരിയ. ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷൺ ലഭിച്ചത്? ശ്രീലങ്ക. പ്രസിഡന്റ് അനുര കുമാര ദിസനായക്കെയാണ് കൊളംബോയിൽ വെച്ച് ബഹുമതി സമ്മാനിച്ചത്. അടുത്തത്, US സെനറ്റർ കോറി ബുക്കർ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? US സെനറ്റർ കോറി ബുക്കർ വാർത്താ പ്രാധാന്യം നേടിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് സെനറ്റിൽ നടത്തിയ പ്രസംഗം